ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ പച്ചക്കറി എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതെന്നുള്ളത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. വീക്ക്ലി വൺസ് ആണ് നമ്മൾ പച്ചക്കറി മേടിക്കാറുള്ളത്. കുറച്ച് കുറച്ചേ മേടിക്കാറുള്ളൂ, അല്ലെങ്കിൽ കേടായി പോവും പച്ചക്കറി. പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. അധിക കാലം പച്ചക്കറി അങ്ങനെ നിൽക്കൂല, വേഗം കേടായി പോകും കേട്ടോ. ഞങ്ങൾക്ക് പഴയ വ്ളോഗൊക്കെ എടുത്ത് നോക്കി കാണാം. ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഇവിടെ സബ്ജി മാർക്കറ്റ് വരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ദിവസവും ഡെയിലി ഇവിടെ ഫ്രണ്ടിൽ മാർക്കറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഇഞ്ചി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അധികം ഒരുപാട് സ്ഥലമൊന്നുമില്ല. ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വെച്ചേക്കും, ഉള്ളി ഇങ്ങനെ വെച്ചേക്കും, നമ്മുടെ ഇഞ്ചിയൊക്കെ അങ്ങനെ വെച്ചേക്കും. പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബാക്കി നമ്മുടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ എന്താ വഴുതലങ്ങ, ഇതൊക്കെ ഞാൻ കഴുകി വെക്കാനുള്ള പരിപാടി. ഏത്തയ്ക്ക, പിന്നെ ഒരു തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് അങ്ങ് വെച്ചു. പക്ഷേ ഇതൊക്കെ ഒന്ന് വെള്ളം റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് ഞാൻ ആദ്യം അങ്ങോട്ട് എടുക്കും കേട്ടോ. നല്ലപോലെ കഴുകിയെടുക്കും. പണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ പരിപാടി ഞാൻ അങ്ങ് നിർത്തിയിട്ടു. ഞാൻ കഴുകി തന്നെ സമയം കിട്ടുന്ന, ഇപ്പോൾ സമയം കുറവാണ്, ഇപ്പോൾ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കഴുകി എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പച്ചമുളക് കഴുകണം. അപ്പോൾ ഇതൊക്കെ കഴുകി വെച്ചുള്ള ഗുണം വെച്ചാൽ നമുക്ക് അന്നേരം കുക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അങ്ങോട്ട് എടുത്താൽ മതി. പിന്നെ കഴുകാനും പിടിക്കാനൊന്നും നിൽക്കണ്ട. ആകെ ഞാൻ ഇതിൽ കഴുകാത്തത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില കഴുകി ഉണക്കിയൊക്കെ വെക്കാൻ ഇത്തിരി സമയമുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആവുമെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. പച്ചമുളക് എടുത്തു, ഇനി അത് നല്ലപോലെ കഴുകി ഇതുപോലെ ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതുപോലെ കുറച്ച് കോവയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും മേടിച്ചിട്ടുള്ളൂ കോവയ്ക്ക. പിന്നെ അതും നല്ലപോലെ കഴുകി എല്ലാം ഡ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഓരോന്നായിട്ട് സൈഡിൽ വെക്കുന്നുണ്ട്. ഇത്രയും വേസ്റ്റ് ആട്ടോ നമ്മൾ പച്ചമുളകിൽ നിന്നൊക്കെ കിട്ടിയത്. അതായത് അഴുകിയിരിക്കുന്ന പച്ചമുളക് അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടെ അങ്ങ് ചീത്താവും കേട്ടോ. അവിടെ ഉള്ളതൊക്കെ മാറ്റി എല്ലാം ഡ്രൈ ചെയ്ത ശേഷം ഓരോന്നായിട്ട് ഒന്നും കൂടെ തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഐസ്ക്രീം പെട്ടി, ഇങ്ങനത്തെ പെട്ടികളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ ടിഷ്യൂ വെച്ചിട്ട് 2 ബെൽ പേപ്പർ എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. വെള്ളം, ഈർപ്പം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ഇതൊക്കെ കേടായി പോവും. എന്നിട്ട് എല്ലാം ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങ് അടച്ചു വെച്ചു. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഏത്തക്കയാണ്. ഏത്തക്ക അതുപോലെ നല്ലപോലെ തുടച്ച് ഒരു സിപ്പ് ലോക്ക് കവറിൻ്റെ അകത്താണ്. എനിക്ക് കുറേ സിപ്പ് ലോക്ക് കവറുണ്ട്, ഇതുപോലത്തെ കുറേ പെട്ടികളുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം വയ്ക്കാറുള്ളത്. അപ്പോൾ ഏത്തക്ക ഇതുപോലെ തുടച്ച് വൃത്തിയായി സിപ്പ് ലോക്ക് കവറിൻ്റെ അകത്തിട്ട് വയ്ക്കുക. അതുപോലെ നമ്മുടെ കത്തിരിക്ക ശരിക്കും കത്തിരിക്ക ഇവിടെ ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. തനുവും ചിലപ്പോൾ ഞാൻ ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് ഇവിടെ വേറെ ശ്രീക്ക് ഇഷ്ടമല്ല പൊതുവേ. പിന്നെ വേറെ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും, ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുത്താൽ, അല്ലാണ്ട് പാടാട്ടോ. അപ്പോൾ ഇതും ഏത്തയ്ക്കും ഇതുപോലെ ഞാൻ സിപ്പ് ലോക്ക് കവറിൻ്റെ അകത്താക്കി തുടച്ച് വൃത്തിയാക്കി രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ ക്യാരറ്റാണ് എടുക്കുന്നത്. ക്യാരറ്റും ഇതുപോലെ ഒരു ബോക്സിൽ ആക്കിയിട്ട് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അതൊന്ന് ആദ്യം ഞാൻ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കും കേട്ടോ. പീൽ ചെയ്തിട്ട് ചിത്തായ അറ്റത്തുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയും. അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാകത്തിനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിപ്പം ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ ക്യാരറ്റിന്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ നമ്മുടെ കോവയ്ക്കയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഓരോന്നായിട്ട് കോവയ്ക്കയും തുടച്ച് വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് വെക്കണം. എന്താ വെച്ചാൽ നമ്മുടെ കോവയ്ക്ക അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, കുറേയൊക്കെ വെള്ളം തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ തുടച്ച് വെക്കുന്നത്. ഇപ്പോൾ ഫുൾ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും തുടയ്ക്കേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് അതും അടച്ചങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് അടുത്തതിലേക്ക് നമ്മൾ പോകുന്നത് പച്ചമുളകിലേക്കാണ്. പച്ചമുളകിൽ നമ്മൾ ഓരോ തണ്ടുണ്ടല്ലോ, അത് ഓരോ തണ്ടെടുത്ത് കളയണം. അങ്ങനെ നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം പച്ചമുളക് നിൽക്കും കേട്ടോ. അതായത് കേടാവില്ല. ഈ തണ്ടിരിക്കുന്നതുകൊണ്ടാണ് പച്ചമുളക് വേഗം കേടായി പോകുന്നത്. അവിടെ നിന്നല്ല ഇങ്ങനെ അഴുകിയൊക്കെ തുടങ്ങുന്നത്, അതുകൊണ്ട് വേഗം കേടായി പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ തണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാനൊരു നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് ഒപ്പിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളുമല്ലോ. എന്നിട്ട് ഒരു ചില്ല് കുപ്പിയിൽ ഒരു കുപ്പീൻ്റെ അകത്താക്കി വെക്കാൻ നോക്കുക. കാര്യം ഞാൻ എങ്ങനെയൊക്കെ പച്ചമുളക് വെച്ചിട്ടുണ്ടോ അതൊക്കെ കേടായി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചില്ല് കുപ്പിയിലിട്ട് ഇങ്ങനെ അടിക്കടിക്ക് വെക്കുമ്പോഴത്തേന് ഒരുപാട് കാലം നിൽക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കാലം പച്ചമുളക് നിൽക്കും. അപ്പോൾ ഇതുപോലെ അടിക്കടിക്ക് വെക്കുക. ഇത് ശരിക്കും എൻ്റെ അച്ചാറിടുന്ന കുപ്പിയാണ്. പക്ഷേ എനിക്ക് വേറെ കുപ്പിയൊന്നും ഇല്ല. ബാക്കിയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ വേറെ പലതിനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസും ചെയ്തു കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ
പച്ചമുളകൊക്കെ നമ്മളിത് ഇതുപോലെ കുപ്പീൻ്റെ അകത്തൊക്കെ അടച്ചു വെച്ച് സൂക്ഷിച്ച് വെക്കുക. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, അടിയിൽ വല്ല ഈർപ്പവും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കണം കേട്ടോ. അത് വന്നിട്ടുണ്ടെങ്കിൽ ആ ടിഷ്യൂ അങ്ങ് എടുത്ത് മാറ്റുക, ബോട്ടിലങ്ങ് തുടച്ചിട്ട് പിന്നെ ഇതുപോലെ അടുക്കി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇതേ അടുത്ത മല്ലിയില ഇതുപോലെ ഞാൻ സൂക്ഷിച്ച് വേറൊരു ബോക്സിൻ്റെ അകത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതേ ഇപ്പം ഞാൻ കുറച്ച്, അവരിപ്പോൾ പച്ചക്കറി മേടിക്കുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് തരും കേട്ടോ. അങ്ങനെ ഞാൻ 2 ടിഷ്യൂ വെച്ചിട്ട് നല്ലതായിട്ട് ഞാൻ കവർ ചെയ്ത് ഇതേ വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതേ ഞാൻ കുറച്ച് അമരയ്ക്ക എടുത്ത്, അമരയ്ക്ക എന്നാണെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത്, നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്നത്. ഇത് ഞാൻ തോരൻ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യാറുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുമ്പോൾ. ഇതും ഇതുപോലെ നന്നായിട്ട് ഒപ്പിയിട്ട് വേറൊരു ബോക്സിൻ്റെ അകത്ത് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അടച്ചു വെക്കും. ഇത്രേ ഉള്ളൂ. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് എനിക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റം കേട്ടോ. ഇതെനിക്ക് തോരൻ ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇനിയുള്ളത് നമുക്ക് ബോട്ടിൽ ഗാർഡ് ഉണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ട്. മുരിങ്ങയ്ക്ക ഞാൻ ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തോല് ഇതുപോലെ ഒന്ന് ചെത്തിയിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി വെക്കും. ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഇത് എനിക്ക് അടുത്ത ദിവസത്തേക്ക് മീൻ കറിക്ക് വേണ്ടി യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ബോട്ടിൽ ഗാർഡ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും ഞാൻ ചെയ്യില്ല, ഇതുപോലെ എടുത്തങ്ങ് വെച്ചേക്കത്തേ ഉള്ളൂ. ഇത് എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുന്നത് അന്നേരം കട്ട് ചെയ്ത് ബാക്കി വരുമല്ലോ, ആ ബാക്കി വരുന്നത് ഞാൻ ക്ലിങ് റാപ്പ് ഇട്ടിട്ട് റാപ്പ് ചെയ്ത് നന്നായിട്ട് വെക്കും കേട്ടോ. അങ്ങനെയാണ് യൂസ് ചെയ്യണത്. നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്തോളൂ, കേടായൊന്നും പോകത്തില്ല. പിന്നെന്താ, ഇത്രേ ഉള്ളൂ. ഇത്രയും നമ്മുടെ സാധനങ്ങളപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റാം. നമ്മുടെ ഫ്രിഡ്ജ് ഭയങ്കര ചെറുതാട്ടോ, അപ്പം ആകെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇപ്പം ഈ സാധനങ്ങളൊക്കെ താഴത്ത് തട്ടി ഇരുന്നോളും. പക്ഷെ എന്താ പറയുക, ഫ്രീസർ ഭയങ്കര ചെറുതാണ്. നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസോ അല്ലെങ്കിൽ കോണൊക്കെ വെക്കണമെന്ന് വിചാരിച്ചാൽ ഫിഷും ചിക്കനും ഒക്കെ ആകുമ്പോഴത്തേന് നടക്കത്തില്ല, കുറച്ച് പാടുപെടും. അപ്പോൾ അത് എല്ലാ സാധനങ്ങളും ഇരുന്നിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പാത്രം കഴുകാനായിട്ട് നമ്മുടെ ശ്രീ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും പാത്രങ്ങളില്ല കേട്ടോ, അതിൽ പകുതി പാത്രം ഞാൻ നേരത്തെ കഴുകി വെച്ചിരുന്നതാണ്, ബാക്കി ശ്രീ കഴുകി തന്ന കേട്ടോ. അപ്പോൾ ഇന്ന് പാത്രം കഴുകാനായിട്ട് നമ്മുടെ ശ്രീ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേറെ ദിവസം വേറെ വീഡിയോ കാണാം. അതിലെങ്കിൽ ബൈ.